എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ സർക്കാരിനെയും ഇന്ത്യൻ ആർമിയെയും അപമാനിക്കുന്ന തരത്തിലും വളരെ മ്ലേച്ഛമായ രീതിയിൽ വീഡിയോ ചെയ്യുകയും ചെയ്ത മാത്യു സാമുവലിൻ്റെ യൂട്യൂബ് ചാനൽ ഇന്ത്യയിൽ ബാൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിന് ആസ്പദമായ സംഭവം ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞ ദിവസമാണ് പെഹൽഗാമിൽ കൊല്ലപ്പെട്ട 26 നിരപരാധികളായ ടൂറിസ്റ്റുകൾക്ക് അവർക്ക് നീതി നൽകി രാജ്യം, അതായത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ആക്രമണ പരമ്പര അഴിച്ചുവിട്ട് പാകിസ്ഥാന് തക്കതായ മറുപടി കൊടുത്തു ഇന്ത്യ. അതായത് പുലർച്ചെ 2 മണിക്കും 2:30 പാകിസ്ഥാൻ്റെ ടെറിട്ടറിയിൽ കയറിയിട്ട് അറ്റാക്ക് ചെയ്തു. ഇന്ത്യ ഒരിക്കലും ലൈൻ ഓഫ് കൺട്രോൾ ക്രോസ് ചെയ്യാതെ ഇന്ത്യൻ ടെറിട്ടറിയിൽ നിന്നുകൊണ്ട് തന്നെ, അതായത് പ്രിസിഷൻ മിസൈൽസ് ഉപയോഗിച്ചിട്ട് കറക്റ്റ് തീവ്രവാദികളെ 9 സ്പോട്ടുകളിൽ വളരെ നാശനഷ്ടം വരുത്തി. ഏകദേശം 1500ഓളം കിലോമീറ്റർ പാകിസ്ഥാൻ്റെ ഈ തീവ്രവാദ പരിശീലന കേന്ദ്രങ്ങളൊക്കെ തകർത്തു. ലഷ്കറും ജെയ്ഷെ മുഹമ്മദ്, ഹിസ്ബുൾ മുജാഹിദീൻ, ഈ 3 തീവ്രവാദ സംഘടനകളും ഹെഡ് ക്വാർട്ടേഴ്സിലാണ് ഇന്ത്യ അറ്റാക്ക് ചെയ്തത്. അപ്പോൾ ഇന്ത്യ ഒരിക്കലും ഇന്ത്യൻ ബോർഡർ ലൈൻ ഓഫ് കൺട്രോൾ ക്രോസ് ചെയ്യാതെ, ഞാൻ പറഞ്ഞ കറക്റ്റ് ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും കറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ GPS സിസ്റ്റം ഉപയോഗിച്ചിട്ട് അറ്റാക്ക് ചെയ്യുന്ന പ്രിസിഷൻ മിസൈൽസ് ഉപയോഗിച്ചിട്ടാണ് ഇന്ത്യ അറ്റാക്ക് ചെയ്തത്. അപ്പോൾ അങ്ങനെ സാഹചര്യത്തിൽ രാജ്യം ആഹ്ലാദിക്കുന്ന ഒരു നിമിഷമായിരുന്നു അത്. അതായത് അന്ന് പുലർച്ചെ എല്ലാവരും എഴുന്നേൽക്കുന്ന തന്നെ ഈ ന്യൂസ് കണ്ടിട്ടാണ്. അതായത് ഇന്ത്യ പാകിസ്ഥാനെ അറ്റാക്ക് ചെയ്ത് തീവ്രവാദ ക്യാമ്പുകൾ അറ്റാക്ക് ചെയ്തിട്ട് ഏകദേശം 350-350ഓളം തീവ്രവാദികൾ കൊല്ലപ്പെട്ടു. ഇത് പാകിസ്ഥാൻ ഒഫീഷ്യലി സ്ഥിരീകരിച്ചൊരു കാര്യമാണ്. അപ്പോൾ രാജ്യം അങ്ങനെ ആഹ്ലാദിക്കുന്ന ഒരു നിമിഷത്തിലാണ് കേരളത്തിലെ മാത്യു സാമുവൽ എന്ന് പറയുന്ന ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ. മാത്യു സാമുവലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരുപാട് ദേശീയ ചാനലുകളൊക്കെ ഇംഗ്ലീഷ് മീഡിയയിൽ ഇതൊക്കെ വർക്ക് ചെയ്തതാണ്. അതായത് സ്റ്റിംഗ് ഓപ്പറേഷൻ ഒക്കെ ചെയ്തിട്ട് ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ അദ്ദേഹത്തെ പോലെയുള്ള ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ, അതായത് ഇന്ത്യൻ ആർമി നടത്തിയത്, അതായത് ഇന്ത്യൻ ആർമിയുടെ ഏകദേശം 3 വിമാനങ്ങൾ പാകിസ്ഥാൻ വെടിവെച്ചിട്ടു എന്നാണ് പറഞ്ഞത്. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് 3 വീഡിയോ അടുപ്പിച്ച് ചെയ്തു കേട്ടോ. ആദ്യത്തെ വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാൻ ആർമി ഇന്ത്യയുടെ 3 വിമാനങ്ങൾ വെടിവെച്ചിട്ടു. അതിൽ ഒരു റഫേൽ വിമാനം, ഒരു മിഗ് വിമാനം, ഒരു മിറാഷ് വിമാനം. അപ്പോൾ അങ്ങനെ 3 വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഏകദേശം 1.5 മണിക്കൂറും കഴിഞ്ഞ് അടുത്ത വീഡിയോയിൽ പറഞ്ഞു 5 വിമാനങ്ങൾ വെടിവെച്ചിട്ടു. അതായത് 3 റഫേൽ വിമാനങ്ങൾ പാകിസ്ഥാൻ വെടിവെച്ചിട്ടു. അദ്ദേഹം തെളിവ് സഹിതമാണ് ഇതൊക്കെ പറഞ്ഞത്. അതായത് പാകിസ്ഥാൻ മീഡിയയിലേക്ക് വന്ന കാരണം ഫോട്ടോസും അതിൻ്റെ കുറച്ച് വീഡിയോ ഫുട്ടേജൊക്കെ കാണിച്ചിട്ടാണ് അദ്ദേഹം വീഡിയോ ചെയ്തത്. പക്ഷേ അതൊക്കെ ഫേക്ക് ആയിരുന്നു. അങ്ങനെ സംഭവം നടന്നില്ല. കാരണം തെളിവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ഒരിക്കലും പാകിസ്ഥാൻ ബോർഡർ ക്രോസ് ചെയ്തിട്ട് അങ്ങോട്ട് പോയിട്ടില്ല. ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന്, ഇന്ത്യയുടെ ലാൻഡിൽ നിന്നുകൊണ്ട് തന്നെയാണ് അവർ അറ്റാക്ക് ചെയ്തത്. അപ്പോൾ ഇദ്ദേഹത്തിന് ഇത് എവിടുന്ന് കിട്ടി? വളരെ ആധികാരികമായിട്ടാണ് ഇദ്ദേഹം വീഡിയോയിൽ ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. അതായത് എന്താ പറയുക, ഞാനും ഇദ്ദേഹത്തിന് ചെയ്യുന്ന വീഡിയോ, അതായത് ഇദ്ദേഹം ഇൻ്റർനാഷണൽ കാര്യങ്ങളൊക്കെ, ഇൻ്റർനാഷണൽ ഇതായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും വീഡിയോ ചെയ്യുമ്പോൾ ഞാനും കണ്ടിട്ടുണ്ട്. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ഇദ്ദേഹത്തിൻ്റെ വീഡിയോ. പക്ഷേ ഈ വിഷയത്തിൽ അദ്ദേഹത്തിന് എന്താ പറയണ്ടേ, അദ്ദേഹത്തിന് ആരും ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നു എന്ന് വേണം സംശയിക്കാൻ. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 3ാമത്തെ വീഡിയോ ഏകദേശം 7ഓളം ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾ, എയർക്രാഫ്റ്റ് പാകിസ്ഥാൻ വെടിവെച്ചിട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനിൻ്റെ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് മീഡിയയ്ക്ക് വേണ്ടിയിട്ട് ബൈറ്റ്സ് കൊടുക്കുമ്പോൾ ചോദിച്ചു, അതായത് നിങ്ങളിങ്ങനെ പറയാണല്ലോ പാകിസ്ഥാൻ ഇന്ത്യയുടെ 7 വിമാനങ്ങൾ എയർക്രാഫ്റ്റ് വെടിവെച്ചിട്ടു എന്ന് പറയുന്നുണ്ടല്ലോ, അതിന് തെളിവ് എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ അവർക്ക് തെളിവൊന്നും കൊടുക്കാനില്ല, അവരുടെ സോളിഡ് പ്രൂഫൊന്നും കാണിക്കാനില്ല. പക്ഷേ ഖ്വാജ ആസിഫ് മീഡിയയോട് പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ സോഷ്യൽ മീഡിയ തന്നെ പറയുന്നു, ഇന്ത്യയിലെ യൂട്യൂബേഴ്സ് പറയുന്നു പാകിസ്ഥാൻ ഇന്ത്യയുടെ 7ഓളം എയർക്രാഫ്റ്റ് വെടിവെച്ചിട്ടു എന്ന്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീഡിയോയിൽ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രതിരോധ മന്ത്രാലയത്തിലെ അതായത് സേനയിലെ ഉന്നത ഉദ്യോഗസ്ഥൻ എന്നെ വിളിച്ച് ഇക്കാര്യം സ്ഥിരീകരിച്ചു എന്ന്. അത് ഞാൻ സ്ഥിരീകരിച്ചു. ഇവിടെ ഞാൻ പറയട്ടെ, ആരോടോ പറയുന്നത്, ഇന്ത്യയിൽ വളരെ സീക്രട്ടായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ, പാകിസ്ഥാനായിട്ടായിട്ട് ഭയങ്കര സെൻസിറ്റീവായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ, ഇത്തരത്തിൽ യുദ്ധമുഖത്ത് നടക്കുന്ന കാര്യങ്ങൾ ഒരു പത്രപ്രവർത്തനോട്, ഒരു മാധ്യമപ്രവർത്തനോട് വിളിച്ച് പറയാൻ ഇന്ത്യൻ സേനയിൽ ആരെയുള്ളത്? ഇതൊക്കെ എന്ത് പൊട്ടിക്കലാണ്, എന്ത് ബഡായാണ് ഇതൊക്കെ. അപ്പോൾ ഇദ്ദേഹം ആരുടെന്നോ കാശ് പറ്റി, ലക്ഷങ്ങൾ കോടികൾ കൈപ്പറ്റി ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ. അതായത് ശരിക്കും ഇന്ത്യൻ സേനയുടെ, അതായത് രാജ്യം ആഹ്ലാദിക്കുന്ന ഒരു നിമിഷമായിരുന്നു. അതായത് പെഹൽഗാമിൽ കൊല്ലപ്പെട്ട ആൾക്കാർക്ക് നീതി ലഭിച്ചു എന്ന് പറഞ്ഞ് ആ വാർത്ത കണ്ടിട്ടാണ് അന്നത്തെ ദിവസം ആൾക്കാർ ഉണരുന്നത്. അപ്പോൾ അതിനിടയിലാണ് ആൾക്കാരുടെ ആത്മവിശ്വാസം ചോർത്തുന്ന തരത്തിൽ. അപ്പോൾ ഇദ്ദേഹത്തിന് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്. ഏകദേശം 3 ലക്ഷത്തോളം ഫോളോവേഴ്സ് ഇദ്ദേഹത്തിന് യൂട്യൂബിലുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹാർഡ് കോർ ഫാൻസ് തന്നെ പൂരത്രിയാണ് കമൻറ്റ് ബോക്സിൽ. ഇദ്ദേഹം പറയണം, വളരെ ആധികാരികമായിട്ട് പറയാണ്, സൈന്യത്തിലൊരു ഉന്നത ഉദ്യോഗസ്ഥൻ എന്നെ വിളിച്ച് കൺഫേം ചെയ്തു, പാകിസ്ഥാൻ ഞങ്ങളുടെ 7ഓളം എയർക്രാഫ്റ്റുകൾ വെടിവെച്ചിരുത്തി. പിന്നെ അത് മാത്രമല്ല, ഈ വെടിവെച്ചിട്ട സ്ഥലത്ത് ജമ്മു കാശ്മീരിലെ ബോർഡറിലുള്ള ജനങ്ങളുമായിട്ട് ഞാൻ നേരിട്ട് സംസാരിച്ചു. ഇയാൾ എന്തോയി പറയുന്നത്? ഇയാൾ കഞ്ചാവ് അടിച്ച് ചെല്ലുമ്പോൾ MDMA ഇങ്ങനെയുള്ള സാധനങ്ങൾ അടിച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. ഇത് പാകിസ്ഥാൻ ആർമി പോലും സ്ഥിരീകരിച്ചില്ല. പാകിസ്ഥാനിൽ എന്താ പറയുന്നത്, പാകിസ്ഥാൻ മീഡിയ പോലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇത് എന്താ പറയുക, ചില സുഡാപ്പി കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്നത്. അതായത് നമുക്കിപ്പം അറിയാലോ, ഇപ്പം
നമുക്കിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അറിയാം. ഈ പെഹൽഗാം ഭീകരാക്രമണം നടന്ന ഉടനെ തന്നെ, ഈ ന്യൂസ് സ്പ്രെഡായ ഉടനെ തന്നെ കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ എന്താ പറയുക പ്രീ പ്ലാൻഡ് സാധനങ്ങൾ, അതായത് ഒരു സാധനം ഒരേ തരം വാക്കുകൾ, ഒരേ തരം കമൻറ്റ്സ് പല ആൾക്കാരും കോപ്പി പേസ്റ്റ് അടിക്കുന്നത്. അതായത് ഒരു സുഡാപ്പി എഴുതി വിടും, ഏതെങ്കിലും പോപ്പുലർ ഫ്രണ്ടുകാരൻ, ഏതെങ്കിലും SDP ഒരു കമൻറ്റ് ചെയ്തിടും, അതിനെ കോപ്പി ചെയ്തിട്ട് മൊത്തം ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നത്. ആ തരത്തിലാണ്, അത്തരത്തിലുള്ള സോഴ്സിൽ നിന്ന് വരുന്ന കാര്യങ്ങളെ പോലെയാണ് ഇദ്ദേഹത്തിന് 3 വീഡിയോകൾ. അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് പ്രകാരം, അതായത് ഇദ്ദേഹത്തിൻ്റെ ചാനൽ ഇന്ത്യയിൽ ബാൻ ചെയ്തിരിക്കുകയാണ്. ഇനി ഇദ്ദേഹത്തിന് ഈ ചാനലിലൂടെ ഇന്ത്യയിൽ നിന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇദ്ദേഹത്തിന് ഇനി വേണമെങ്കിലുണ്ടല്ലോ വേറെ രാജ്യത്ത് പോയിട്ട് വേണം വീഡിയോ അപ്ലോഡ് ചെയ്യാൻ. മറ്റു രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർക്ക് ഇത് കാണാം, അവിടെ ഒരു പ്രശ്നമില്ല. പക്ഷേ ഇന്ത്യയിൽ നിന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. ഇന്ത്യൻ ഗവൺമെൻറ്, നിങ്ങൾക്ക് യൂട്യൂബ് അടിച്ച് നോക്കിയാൽ മതി, മാത്യു സാമുവൽ ഒഫീഷ്യൽ എന്ന് പറയുന്ന ചാനൽ ചുമ്മാ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അത് ഇന്ത്യയിൽ ബാൻഡാണ്. അതിൽ പറയുന്നത് വ്യക്തമായി പറയുന്നുണ്ട്, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശം അനുസരിച്ച് ഈ ചാനൽ നമ്മൾ ബാൻ ചെയ്തിരിക്കുകയാണ് ഇന്ത്യയിൽ. അപ്പോൾ നിങ്ങൾക്ക് കാണേണ്ട ആൾക്കാർ, വിദേശത്ത് നിന്ന് ആൾക്കാർക്ക് കാണേണ്ടവർക്ക് കാണാം. എന്ത് തന്നെയായാലും ഏതോ ഒരു സുഡാപ്പി സംഘടനകളിൽ നിന്ന് വ്യക്തമായ കാശ് വാങ്ങിയിട്ടാണ് ഇദ്ദേഹം ഈ വീഡിയോ ചെയ്തത് എന്ന് വ്യക്തമായ തെളിവ് ഇന്ത്യൻ സർക്കാരിന് ലഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു കാര്യം കൂടി, ഞാൻ ഈ വീഡിയോയിലൂടെ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ ചാനൽ പൂട്ടിച്ചത് ആരാണെന്നറിയോ? സാക്ഷാൽ നമ്മുടെ മേജർ രവിയാണ്. അതായത് മേജർ രവി ഇടപെട്ടിട്ട് ആഭ്യന്തര മന്ത്രാലയത്തിനും അതായത് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രിക്കും ഡയറക്റ്റ് പരാതി കൊടുത്തിരിക്കുകയാണ്. പരാതി കൊടുത്ത മാത്രമല്ല, നേരിട്ട് വിളിച്ച് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കോൺടാക്ട്സ് ഉപയോഗിച്ചിട്ട് നേരിട്ട് വിളിച്ച് സംസാരിച്ചതിന് ശേഷമാണ് അവർ ഇതൊക്കെ ഒബ്സർവ് ചെയ്ത് ഇത് ഐഡൻറ്റിഫൈ ചെയ്ത് ഇത് എഗെയിൻസ്റ്റ് ഇത് ഒരു ആൻറ്റി ഇന്ത്യ പ്രൊപ്പഗണ്ടയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ആൻറ്റി നാഷണൽ ആക്ടിവിറ്റിയാണ്, ആൻറ്റി നാഷണൽ വീഡിയോ ആണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് കേന്ദ്ര സർക്കാർ ഈ ചാനൽ ബാൻ ചെയ്യുന്നത്. ഏകദേശം ഇതുമാതിരിയുള്ള 30ഓളം ചാനലിൽ ഇന്നിപ്പോൾ ആൾട്ട് ന്യൂസിനൊക്കെ ബാൻ ചെയ്തിട്ടുണ്ട്. ഏകദേശം 30ഓളം ചാനൽ ഇന്ത്യയിൽ ബാൻ ചെയ്തിട്ടുണ്ട്. ഈ എന്താ പറയണ്ടത്, ഇന്ത്യ പാകിസ്ഥാൻ ഒരു എന്താ പറയണ്ടത് ഒരു ടെൻഷൻ, ആ ടെൻഷൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ന്യൂസുകളൊക്കെ ആൻറ്റി നാഷണലും ആൻറ്റി ഇന്ത്യയും ഇന്ത്യയുടെ അഖണ്ഡതക്കെതിരെ ഇൻറ്റഗ്രിറ്റിക്കെതിരെയും ഒക്കെ ഉള്ള വാർത്തകൾ ചെയ്യുന്ന ആൾക്കാരെ അത്തരത്തിലുള്ള യൂട്യൂബ് ചാനലൊക്കെ ബാൻ ചെയ്തിട്ടുണ്ട്. ഇനി ഒരിക്കലും എന്താ പറയുക അത് തിരിച്ച് കിട്ടാത്ത രീതിയിലാണ് ഇന്ത്യയുടെ എന്താ പറയുക കാര്യങ്ങൾ നീക്കിയിരിക്കുന്നത്. അപ്പോൾ എന്ത് തന്നെയായാലും മാത്യു സാമുവലിന് കിട്ടിയിരിക്കുന്നത്, മാത്യു സാമുവൽ കാശ് വാങ്ങിയിട്ടാണ് ഇത്തരത്തിൽ വീഡിയോ ചെയ്തതെന്നുള്ള വളരെ എന്താ പറയുക ആധികാരികമായിട്ടുള്ള സോഴ്സിൽ നിന്ന് ലഭിച്ച ഒരു വിവരമാണ്. ഈ ചാനൽ പൂട്ടിക്കാൻ പ്രവർത്തിച്ച, അതായത് ഇത് മുൻകൈയെടുത്ത മേജർ രവിക്ക് ഒരുപാട് അഭിവാദ്യങ്ങൾ. ഞാൻ എന്താ പറയേണ്ടത് വ്യക്തിപരമായി അറിയുന്ന ഒരാളാണ് മേജർ രവി സാറ്. അപ്പോൾ രവി അങ്കിളായിട്ട് ഞാൻ സംസാരിച്ചു. ഏകദേശം അധികം നേരം സംസാരിക്കാൻ പറ്റില്ല, 2-3 മിനിറ്റ് സംസാരിക്കാൻ പറ്റും. അടുത്ത ദിവസം ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞ്, ഇത് ട്രൂലി അതായത് ഇത് പർപ്പസ്ഫുള്ളി ചെയ്തതാണ്, കാശ് വാങ്ങിയിട്ട് ചെയ്തതാണ് എന്ന തരത്തിലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്താ പറയണ്ടത്, എന്ത് തന്നെയായാലും ഇത് ഇത്തരത്തിലുള്ള, അതായത് ഒരു സോഫ്റ്റ് ഒരു ഹിന്ദുത്വ ഒരു വീഡിയോ ചെയ്യുന്ന ഒരാളാണ്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഇദ്ദേഹത്തിന് വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത് പക്ക ഒരു മുസ്ലിം എഗെയിൻസ്റ്റ് മുസ്ലിം പറയുന്നതാണ്. പക്ഷെ പറയുന്ന കാര്യത്തിൽ കുറേ സത്യമൊക്കെ. പക്ഷേ എന്ത് തന്നെയായാലും ഇദ്ദേഹം ഒരു സോഫ്റ്റ് എന്താ പറയുക ഒരു സംഘി ആണ് എന്ന് തരത്തിൽ തോന്നിപ്പിച്ചിട്ട് അവർക്കിട്ട് പണിയാണ്. ഏകദേശം ഈ ഷാജൻ സ്കറിയൊക്കെ ചെയ്യുന്നില്ലേ, ഏകദേശം അതിൻ്റെ വേറൊരു പതിപ്പാണ് ഇദ്ദേഹം. അപ്പോൾ എന്ത് തന്നെയായാലും ഇത്തരത്തിലൊരു ഇന്ത്യ വിരുദ്ധമായ വീഡിയോ ചെയ്ത മാത്യു സാമുവലിൻ്റെ യൂട്യൂബ് ബാൻ ചെയ്യുക തന്നെ വേണം. അത്രയും, അതായത് ആ 3 വീഡിയോകൾ അടുപ്പിച്ച് ചെയ്ത് എല്ലാ വീഡിയോക്കും ലക്ഷങ്ങളാണ് ആൾക്കാർ കണ്ടുകൊണ്ടിരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇന്ത്യയുടെ എന്താ പറയുക അത് വെച്ചിട്ട് കുറേ ആൾക്കാർ, ഇവിടുത്തെ സുഡാപ്പി ടീമുകളൊക്കെ ഈ വീഡിയോ പറയുന്ന കണ്ടന്റ് വെച്ചിട്ട് കുറേ വോയിസ്, എനിക്ക് തന്നെ ഒരുപാട് വോയിസ് തന്നു. അതായത് വിദേശത്തുണ്ട് എൻ്റെ കുറേ ഫ്രണ്ട്സൊക്കെ, അതായത് താൻ ഇതിന് ഉത്തരം പറയണോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് കുറേ വോയിസൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ എന്ന് വെച്ചാൽ ഇതിൻ്റെ റെഫറൻസ് ആയിട്ട് എടുത്തത് ഈ മാത്യു സാമുവൽ ഈ 3 വീഡിയോ ആണ്. ഈ വീഡിയോ എന്ന് വെച്ചാൽ സൈന്യത്തിന് ഉപയോഗിക്കുന്ന ടെക്നോളജി പഴയതാണ്. അത് ഇന്ത്യ 1971 ശേഷം എന്താ പറയുക ഇത്രയും മാസീവായിട്ടുള്ള ഒരു സെറ്റ് ബാക്ക് ഇന്ത്യക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇന്ത്യ ചൈനയുടെ ഇൻവോൾവ്മെൻറ്റൊക്കെ ശ്രദ്ധിക്കണമായിരുന്നു. ഇന്ത്യ എന്തുകൊണ്ട് ശ്രദ്ധിച്ചില്ല? അപ്പോൾ പാകിസ്ഥാൻ്റെ കയ്യിലും ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ അതൊന്നും ഇന്ത്യ തിരിച്ചറിഞ്ഞില്ല, അതൊന്നും ഇന്ത്യക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഇത്രയും വലിയ 1971 ശേഷം ഇത്ര വലിയ സെറ്റ് ബാക്ക് ഇന്ത്യക്ക് ഉണ്ടായത്. അപ്പോൾ ഇത് ശരിക്കും നാണക്കേടാണ്, ഇന്ത്യ രാജ്യത്തിന് തന്നെ നാണക്കേടാകുന്ന തരത്തിലുള്ള വീഡിയോകളാണ്, അത്തരത്തിലുള്ള കണ്ടൻസുകളാണ്, അത്തരത്തിലുള്ള വാക്കുകളാണ് മാത്യു സാമുവൽ ആ വീഡിയോയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് തന്നെയാലും ഈ സുഡാപ്പികളെടുത്ത് നിന്ന് കാശ് വാങ്ങിയിട്ട് ചെയ്തതാണെന്ന തരത്തിൽ ഒരു സംശയമില്ല. കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിൽ ഒരു വ്യക്തമായ തെളിവുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് ബാൻ ചെയ്തിരിക്കുന്നത്. അത് ശരിക്കും ഇയാളെ എക്സ്പോസ് ആയി ഇയാളെന്ന് സമൂഹത്തിൽ തുറന്ന് കാണിക്കപ്പെട്ടു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തു വരും. നമുക്ക് അതിനായി കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.